എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച രാവിലെ അല്ല, ഇപ്പോൾ 11 മണിയായി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നല്ല വെയിലുണ്ട് കേട്ടോ. രാവിലെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷെ നല്ല വെയിലാണ്. ഞാനപ്പോൾ എന്താ കറി വെക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഒരു ചെറിയ ചുരക്ക ഇരിപ്പുണ്ട്. നമുക്കൊരു ഓലൻ പോലെ വയ്ക്കാം. പിന്നെ കുറച്ച് ചെറുപയർ തോരനും കൂടി ഉണ്ട്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ ഓലൻ കൂടെ വയ്ക്കാം. ഇതാണ് നമ്മുടെ ചുരക്ക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ ഇന്നലെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായതാണ്. ഇത് എനിക്കൊരു മുറി കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഓലനാണ് ഇഷ്ടം. അപ്പോൾ നമുക്കിതൊന്ന് ഓലനാക്കിയാലോ. അപ്പം നമ്മുടെ ചുരക്കയൊക്കെ അരിഞ്ഞു. അതിനകത്ത് ഞാൻ 4 പച്ചമുളക് കീറിയിട്ടു. ഇനി നമ്മളിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വേവിക്കുന്നത്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ പിഴിഞ്ഞെടുത്തതല്ല കേട്ടോ. ഞാൻ KLFൻ്റെ കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലുള്ള നീല വഴുതന. നല്ല ടേസ്റ്റുള്ള വഴുതനയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് ഞാൻ ഈ കാന്താരിയും കൂടി ഇട്ടിട്ടാണ് മെഴുക്ക് പുരട്ടിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഓലൻ നമുക്ക് വെന്തിട്ടുണ്ട്. ഇതും കൂടെ ആക്കിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ നമ്മുടെ ചെറിയ ലഞ്ച് റെഡിയായി. ഇതാ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയിട്ടുണ്ട്, ചെറുപയർ തോരൻ, പിന്നെ ഇച്ചിരി ചമ്മന്തി. ഇത് നമ്മൾ വൻപയർ വേവിച്ചിട്ട് രസം, അതിൻ്റെ വെള്ളം എടുത്തിട്ട് രസം വയ്ക്കും, ആ കറിയാണിത്. പിന്നെ നമ്മുടെ അടിപൊളി ഓലൻ, ഇതാ നേരത്തെ ഞാൻ കാണിച്ചല്ലോ, ആ ഓലൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് അമ്മയ്ക്ക് കൊടുക്കാം. ഇതാ അപ്പോൾ ഓലനൊക്കെ ഒഴിച്ച് അമ്മയുടെ ചോറും കൊടുക്കാം. ഇതാ കഴിച്ചോളൂ. അങ്ങനെ എൻ്റെ ചോറും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. മോളൂട്ടി ഇതാ അവിടെ TV കാണുന്നിടത്ത് വരുന്ന കഴിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചോറ് കഴിക്കാം. നമ്മുടെ ചെറിയ ഊണൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് നേരം പുറത്തോട്ടിരിക്കാം, അടുക്കള സൈഡിലോട്ട് വന്നിരിക്കാം. നമ്മുടെ സപ്പോട്ട മരം ആണ് ആ കാണുന്നത്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് കായൊക്കെ ഉണ്ട്. അപ്പോൾ നിറയെ കരിയിലയുണ്ട് അതിൻ്റെ ചുവട്ടിൽ. അപ്പോൾ വേദികക്കുട്ടി ഇങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കുക, കാര്യമായിട്ടൊന്നും അല്ല, വെറുതെ. അപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് ഇവിടെ ഇരുന്നപ്പോൾ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാറ്റ്. ഓണത്തിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ആകാശം നോക്കിക്കേ, നല്ല ബ്ലൂ കളറിൽ എന്ത് ഭംഗിയാന്ന് നോക്കൂ. എനിക്കൊരു ഓണത്തിൻ്റെ ഫീലാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.